അത്ര പെട്ടെന്ന് തകർന്ന് തരിപ്പണമായി പോകുന്ന ഒരു പോരാട്ടമല്ല സി പി എമ്മിൻ്റേത്. ഒരിക്കലും തകർന്നു പോകാത്ത കരുത്തിൻ്റെ ചരിത്രവും സി പി എമ്മിനുണ്ട്. ഇന്നലെ ചെയ്ത അതേ സമരമുറകൾ തന്നെ സി പി എം ഇനിയും ചെയ്യും. അതൊരു പ്രസ്ഥാനത്തിൻ്റെ മതനിരപേക്ഷമായ രീതിയാണ്. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി സി പി എം മുന്നോട്ട് തന്നെ പോകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കേരളത്തിൽ വൻ തിരിച്ചടി ലഭിച്ച സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടത്താൻ ഒരുങ്ങുകയാണ് ഇടതുപക്ഷം. 5 ദിവസത്തോളം നീളുന്ന യോഗങ്ങൾ വിളിച്ചു ചേർത്ത് തോൽവി വിശദമായി തന്നെ ചർച്ച ചെയ്ത് പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ന് തുടങ്ങിയ ദേശീയ നേതൃത്വ യോഗം അവസാനിച്ചാൽ ഉടൻ തന്നെ ജൂൺ 10-ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവും തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ കൂടിച്ചേരുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒരു ചുവട് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്തതാണ് ഇത്തവണത്തെ പരാജയം സി പി എമ്മിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി. അതിനോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് BJP അക്കൗണ്ട് തുറന്നതും ഇടതുമുന്നണിക്ക് വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രഹരമാണ് ഏറ്റിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സന്ദേശങ്ങൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും പരാജയത്തിലേക്ക് സി പി എമ്മിനെ നയിച്ച കാരണങ്ങൾ വിലയിരുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യം കൂടിയാണ്. ഇതിനു വേണ്ടിയാണ് 5 ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന നേതൃത്വ യോഗങ്ങൾ ഇടതുമുന്നണി സംഘടിപ്പിച്ചിട്ടുള്ളത്.